Hi friends, welcome back to my channel. ഇപ്പോൾ നമുക്ക് ബീഡ്സ് വെച്ചൊരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കളർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ബീഡ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഹോൾ കുറച്ച് വലിയ ഹോളാണ്. അപ്പോൾ ഇതുപോലുള്ള ബീഡ്സ് എടുക്കാൻ നോക്കുക. നമുക്കിതുപോലുള്ള കുറച്ച് ബീഡ്സ് കൂടെ വേണം. ഞാനിതുപോലൊരു ഹെയർ ബാൻഡ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ ഒരു ബ്ലാക്ക് ബീഡ് ഇതുപോലെ ഒരു എൻഡിൽ വെച്ചെടുക്കാം. ഇനി നമ്മൾ സിൽവർ ബീഡാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലെ 3 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ബീഡാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ഞാൻ 2 സിൽവർ ബീഡ് ആക്കിട്ടോ. 3 എണ്ണം വെച്ചപ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ 2 സിൽവർ ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ബീഡ് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിതുപോലെ കോർത്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ചെത്തുമ്പോൾ ഒരു സിൽവർ ബീഡ് ഇട്ട് പിന്നെ ഒരു ബ്ലാക്ക് ബീഡ് അങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ സ്റ്റോൺ ഉള്ളൊരു ബീഡ് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് ബീഡ് ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് സിൽവർ ബീഡും ബ്ലാക്ക് ബീഡും വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റോൺ കൂടി വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഭംഗി കൂടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ കോർത്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നമ്മളെ സ്റ്റോൺ ബീഡിൻ്റെ ഇടയിൽ ചെറിയൊരു സിൽവർ ബീഡ് വെച്ചിട്ട് എനിക്ക് അതിലേറെ ഇഷ്ടമായത് അത് ഒഴിവാക്കിയിട്ട് ഫുള്ള് ബ്ലാക്ക് ബീഡ് തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാൻ സിൽവർ ബീഡ് മാറ്റിയിട്ട് പിന്നെ വീണ്ടും ബ്ലാക്ക് ബീഡ് തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബീഡ്സൊക്കെ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ആ ചെറിയ സിൽവർ ബീഡിന് ഒരു പാക്കിന് 10 രൂപയെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ആ സ്റ്റോൺ ബീഡിന് ഒന്നിന് 1 രൂപയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ബ്ലാക്ക് ബീഡും അതിങ്ങനെ ഒരു പാക്കായിട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. കുറച്ച് ഗിൽറ്റുള്ള ബ്ലാക്ക് ബീഡ് ആവുകൊണ്ട് അതൊരു പാക്കിന് 40 രൂപ എങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു പാക്കിലെ പകുതി ബീഡ്സൊക്കെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായി നമ്മൾ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് നമ്മൾ 8 ബ്ലാക്ക് ബീഡാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻഡിൽ ഇതുപോലെ നമ്മൾ ആ ബ്ലാക്ക് ബീഡ് ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാം. ഈ ഗ്ലൂ ആകുമ്പോൾ ഒട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒട്ടിയാൽ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഹെയർ ബാൻഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറഞ്ഞ ടൈം മതി കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് പോലും കോർത്തെടുക്കാവുന്നതുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.